സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞ എനിക്ക്? ഷാറുഖ് ഖാൻ ഗുഡ്ക പാന് പ്രൊമോട്ട് ചെയ്യുന്ന വിമൽ മറ്റേ ബസന്തി എന്ന് പറഞ്ഞത് ഇത് ഷാറുഖ് ഖാനോട് ചോദിക്കോ? എന്നോടല്ലേ ചോദിക്കുള്ളൂ. ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇത് വിൽക്കുന്ന ഈ സാധനം? അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻ ചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട് അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. അപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞ എനിക്ക്? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞു സിമി എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന്? ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പോയി ചേട്ടൻ. ഇല്ല. ചേട്ടാ ഞങ്ങൾ ആപ്പ് കൈസേക്കോ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഷാറുഖ് ഖാൻ ഗുഡ്ക പാന് പ്രൊമോട്ട് ചെയ്യുന്ന വിമൽ മറ്റേ ബസന്തി എന്ന് പറഞ്ഞു. എന്തായിരുന്നു പേര്? നീ ഇത് ഷാറുഖ് ഖാനോട് ചോദിക്കോ? എന്നോടല്ലേ ചോദിക്കുള്ളൂ. നിനക്ക് എന്നോടൊരു പരിചയമുള്ളതുകൊണ്ട്. ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇത് വിൽക്കുന്ന ഈ സാധനം? ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ. ഇത് കളിക്കണ്ട, പ്രശ്നം നിർത്തില്ലേ? നിങ്ങൾക്കറിയില്ലേ? ഇനി പൈസ പോലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കും. എനിക്ക് ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛൻ, എൻ്റെ ചേട്ടൻ, ഇവർക്കൊക്കെ എഴുത്ത് ഇവരുടെ കഥാപാത്രത്തെ എഴുതുന്നതിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവർക്ക് എഴുത്ത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇവൻ ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും എനിക്ക് എഴുത്തിലാണ്, ഇവന് അഭിനയത്തിൽ കുറച്ചുകൂടി ഇവൻ കംഫർട്ട് നോക്കുന്ന ഒരാളാണ്. ഇവനങ്ങനെ ഒക്കെ നോക്കി വയ്ക്കുന്ന ഒരാളാണ്. പക്ഷേ എഴുത്ത് കുറച്ച് അധ്വാനിച്ച് എഴുതുകയും ഇവനറിയാവുന്ന കഥയായതിൻ്റെ ഒരു വലിയ സൗകര്യമുണ്ട്. ഇവനതിനകത്ത് ആ കഥയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനോട് ഏറ്റവും ആ കണ്ട കാര്യങ്ങളോട് ഏറ്റവും നീതി പുലർത്തി നിൽക്കുക, കണ്ടതിനെ എങ്ങനെ സിനിമാറ്റിക്കായിട്ട് ചെയ്യാന്നുള്ളതാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. പിന്നെ വിനയ് ഓഫ് കോഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ചെറിയ പടമാണ്. ഇതുമായിട്ട് ഒരുപാട് വലിയ പൈസ മുടക്കിയിട്ടുള്ള ഒരുപാട് വലിയ താരങ്ങളുള്ള അങ്ങനെയൊന്നുള്ളൊരു പടമല്ല. ചെറിയ സാധാരണക്കാരാണ്, നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെയുള്ള ആളുകളും അവരൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെതായ ഒരു രസം എനിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റായിട്ടല്ല വായിച്ചത്. ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഒരു കഥയാണ് പറഞ്ഞത്. ചേട്ടാ ഇന്നപോലെ സംഭവിച്ചു, ഇന്നതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കേട്ടപ്പോൾ നല്ല രസം തോന്നി, നന്നായിട്ട് തോന്നി. ഞാൻ ശ്രീനേട്ടൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു സിനിമ ഇതാണ്. അതെൻ്റെ ഒരു വലിയ സന്തോഷമായിരുന്നു. ഇല്ല പുള്ളിക്ക് ഈ കഥ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ടൈപ്പ് ഓഫ് ഒരു പരിപാടിയല്ല. പിന്നെ അത് കണ്ടാൽ മനസ്സിലാവും. ഇല്ലടാ, ഞങ്ങൾ അങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. അവരാരും വന്നില്ല വിളിച്ചിട്ട്. ഇവിടെയും കുറവാണല്ലോ. ഉണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അല്ല ഇവിടെ കാണാറില്ലെന്ന് വെച്ചപ്പോൾ ഇവിടെ വരാൻ പലരും തൻവിയുടെ ചേട്ടൻ്റെ കല്യാണമാണ്, സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ്. അപ്പൊ അങ്ങനെ വീണ എന്തിന്റെയോ തിരക്കിലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വലിയ വിമോചകനായതുകൊണ്ടൊന്നുമില്ല, അവനെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ സ്ത്രീ അതൊന്നും അല്ല. അവൻ നോക്കിയ പറഞ്ഞൊരു സുഖമില്ല. അതാണ് അവൻ ചോദിച്ചത്. എനിക്കവനറിയാം നന്നായിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കും അറിയാം. അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ചാൽ അത്ര ഇല്ല. നോക്കിയിട്ട് അവനൊരു